അങ്ങനെ എല്ലാവരുടെ കൂട്ടത്തിൽ ഒന്നിച്ച് നിന്നതിന് ശേഷം എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോവുകയാണേ. പോകാൻ നേരത്ത് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ വന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ചു. ഇതാ ഞങ്ങൾ നേരെ പോകുന്നത് വീട്ടിലേക്കല്ല കേട്ടോ. അനിയൻ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മട്ടന്നൂർ. അപ്പം സിനിമയൊക്കെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് സാവധാനം പോകാമെന്ന് വിചാരിച്ചു. മോഹൻലാലിൻ്റെ തുടരും കാണാനാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ ഇതാ പോകുന്ന വഴി ഞങ്ങൾ ടാക്കീസിന് ഫ്രണ്ടിലുള്ള ചായക്കടയിൽ ചായയും കടിയൊക്കെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം ചായപ്പരിപാടിയിലേക്ക് കടന്നിരുന്നു. ഫുഡൊക്കെ നേരത്തെ കാലത്തെ കഴിച്ചുകൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര വിശപ്പ്. അങ്ങനെ എന്താ വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇതാ പോവാണ്. സമയമുണ്ട് കേട്ടോ. ഇപ്പം വൈകുന്നേരം ആയതേ ഉള്ളൂ, 3-3:30 ആയതേ ഉള്ളൂ. സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേനും നേരം വൈകുന്ന അറിയാം, എന്നാലും കുഴപ്പമില്ല, സിനിമ കാണണം എന്നുള്ള ഒറ്റ നിർബന്ധമായിരുന്നു. അങ്ങനെ വേഗം ടാക്സീസിലേക്ക് നടക്കുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കണ്ടതാണ്, എന്നാലും കുഴപ്പമില്ല, ഇവരുടെ കൂട്ടത്തിൽ ഒന്നുകൂടെ കാണാമെന്ന് വിചാരിച്ചു. അനിയൻ വേഗം പോയി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. ഞങ്ങൾ നേരെ ടാക്സീസിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരുന്നിട്ടുണ്ട്. അച്ഛൻ ഒന്നിച്ചില്ലാത്തതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനെ വിളിച്ചപ്പം പണിത്തിരക്കും കാര്യങ്ങളായതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ 4 പേര് വന്നത്. ഞാൻ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. കുറച്ച് ദിവസം അമ്മയുടെയും പിള്ളേരുടെയും അച്ഛൻ്റെയൊക്കെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഡ്യൂട്ടിക്ക് നിന്ന് ലീവും എടുത്തു. എപ്പോഴും ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഓടലല്ലേ, അപ്പോൾ പിന്നെ വിചാരിച്ചു കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് വീട്ടിലങ്ങ് ഇരിക്കാമെന്ന്. അങ്ങനെ സിനിമയൊക്കെ തുടങ്ങി ആസ്വദിച്ച് കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആദ്യം കാണുന്ന ആ ഒരു ഫീലോട് തന്നെയാണ് കണ്ടത് ഞാനും. സിനിമയൊക്കെ കഴിഞ്ഞിതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്ത് നോക്കുമ്പോഴത്തേനും നല്ല മഴയാട്ടോ. സമയം ഇപ്പോൾ 6-6:45 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴയൊക്കെ കൊണ്ടതിന് ശേഷം വേണം ബസ് കയറാൻ പോകാൻ. 2 കുടയും 4 ആൾക്കാരാണുള്ളത്. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നോക്കട്ടെ.